ഞാൻ വീട്ടിൽ ഇരുന്ന് സംസാരിക്കാൻ വന്നതല്ല. അല്ല എനിക്ക് നീ ഗോവയിൽ പോയായിരുന്നോ? 2 പ്രാവശ്യം. ഇവൻ ഗോവയിൽ പോകുന്ന എന്തിനാ? ചുമ്മാ പറഞ്ഞത് ദൈവമേ, ഇതിനി പ്രാങ്കാന്ന് വിശ്വസിക്കുന്നില്ല എന്റെ ദൈവം. ഹലോ ഫ്രണ്ട്സ്, കേൽ പ്രാങ്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് വടകര എന്ന് പറഞ്ഞ പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വടകരയിൽ ഞങ്ങൾ വന്ന് ഇറങ്ങിയത്. പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മളിന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് ബ്രോയുടെ അമ്മയാണ്. പേരെന്താണ് ബ്രോ? അനന്തു. ബ്രോയുടെ പേര് ഷെഫ്നാസ്, പ്രണവ്, അനുരാഗ്, ഷഹനാസ്, ഹരിപ്രസാദ്, ദിബിൻ, അരുൺ ബ്രോയും ദിബിൻ ബ്രോയും നമ്മുടെ കൂടെ കാണും ചെയ്യാനായിട്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന തീം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ഇവിടെ ഒരു ടർഫൊക്കെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ടർഫ് തുടങ്ങാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ കൊണ്ട് മുങ്ങി എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് പുള്ളിക്കാരൻ അമ്മയെടുത്ത് നിന്ന് പുള്ളിക്കാരൻ എന്നെ പൈസ തട്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞൊരു തീമിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, നമ്മുടെ അല്പം വെറൈറ്റി ആയിട്ട് ഇത് പിടിച്ച് നോക്കിയതാണ്. നിങ്ങളുടെ ടീമിനൊരു പേരുണ്ട്, സോൾസ് അല്ലേ? സോൾസ് ടീമിലെ പിള്ളേരാണ് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മളോട് നിൽക്കുന്നത്. ഇവരെ ഇവിടെ ഏരിയയിലൊക്കെ ഒരു ഇച്ചിരി സീനുള്ള ഏരിയ. അപ്പം ഇവരിതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കൺട്രോൾ ചെയ്തോളും. ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കൺട്രോൾ ചെയ്തോളും. ഇവര് നമ്മളെ ഫീൽഡിൽ നമ്മൾ ചെയ്തോളും. ബ്രോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മയ്ക്ക് എങ്ങനെ അസുഖങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ? അച്ഛന്മാരെ നമ്മുടെ സാഹചര്യങ്ങൾ അറിയാല്ല. നമ്മൾ വേണമെന്ന് വെച്ചാൽ ആരെയും കരയിപ്പിക്കുന്നതല്ല. നമ്മൾ പറയുമ്പം അങ്ങ് പുള്ളിക്കാരി കരഞ്ഞു പോകുന്നതാണ് കേട്ടോ. അത് ഒരു സാഹചര്യത്തിൽ പോകുന്നത്. ഞാൻ മാക്സിമം അധികം വിഷമിപ്പിക്കാതെ തന്നെ ഞാൻ ഈ എപ്പിസോഡ് നടത്താൻ നോക്കാം. ബ്രോ അല്ല, പുള്ളിക്കാരൻ ഇന്നലെ ഞാൻ ചെയ്യാൻ വന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞ അമ്മ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയുമെന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാൻ മച്ചാമരെ. അപ്പം ആൽഫിനാണ് ക്യാമറയുടെ പിന്നിലുള്ളത്. ഞാനും ആൽഫിനോട് വന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മച്ചാമരെ, കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും നമ്മുടെ കേൽ പ്രാങ്കിൻ്റെയും ഇവിടെ സോൾസ് ടീമിൻ്റെയും വക ഹാപ്പി ഓണം പറയുന്നു. ഒരു ഹാപ്പി ഓണം പറയോ? ഹാപ്പി ഓണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കൂടുതലായിട്ട് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ വീട്ടുകാരെ വിളിയടാ, വിളി അമ്മയെ വിളി. നീ എത്രയെന്ന് പറഞ്ഞാടാ പറ്റിച്ച് കിടക്കണേ? നീ എന്ത് വിചാരിച്ച ഞാൻ വരത്തില്ലെന്നാ? എന്ത് ഞാൻ വരത്തില്ലെന്ന് വിചാരിച്ച? അനന്തുവിൻ്റെ അമ്മയാണോ? നീ ഇറങ്ങി വന്നൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ മകനല്ലേ അനന്തു? എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങി മകൻ. എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ മകൻ വാങ്ങിയിട്ട് അവനെന്തോ ബിസിനസ് എടുക്കണമെന്ന് പറഞ്ഞ് അത് ഓക്കെ കൊടുത്ത്. ഇവനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് കണ്ണൂരുള്ള, തളിപ്പറമ്പ് നേട്ടിട്ടുണ്ടോ? അവിടെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീട് പണിയുടെ സൈഡിനകത്ത് വെച്ചാണ് പരിചയപ്പെട്ടത്. പരിചയപ്പെട്ട് എടുത്തിട്ടാണ് ഈ പരിപാടി ഇവനുമായിട്ട് ചേരുന്നത്. പിന്നെ ഇവിടെ പറയാൻ ഞാൻ പിന്നെ ആരത്തെ പറയണോടാ? ആരത്തെ പറയണം? ഇല്ല അകത്തല്ല. ഞാൻ വീട്ടിൽ വന്ന് ഇരിക്കാൻ വന്നതല്ല. ഇല്ല ഞാൻ വീട്ടിൽ ഇരുന്ന് സംസാരിക്കാൻ വന്നതല്ല. അല്ല എനിക്ക് ഇല്ല എന്താണ് അകത്തേറിയിരിക്കണോ? ഇനി കണ്ണിന് പ്രശ്നം എന്താണെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. പിന്നെ ഞാൻ ആരടുത്താണ്? ലൈറ്റ് ഇട്ടേ നോക്കട്ടെ. ഉണ്ടോ? ഓ ശരി.
ഇനി ഇച്ചിരി പ്രശ്നം. ഇല്ല ഞാൻ ഇരിക്കാൻ വന്നതൊന്നുമല്ല. എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങി. പൈസ വാങ്ങിയതല്ല ഇപ്പം പ്രധാന പ്രശ്നം. എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പയ്യനങ്ങ് മുങ്ങിയത് പോട്ട് സാരമില്ല. കുറച്ച് പിന്നെ ആ അങ്ങനെ പറയല്ലേ, എന്റെ മോൻ തന്നെ. പക്ഷെ മുങ്ങെന്ന് നിങ്ങൾ പറഞ്ഞാല് എനിക്ക് ഓൻ അങ്ങനെ ഇനിയിപ്പോ എന്താ തെറ്റ് പറ്റിക്കോന്ന് ഞാൻ അറിയില്ല. അല്ല കഥ മൊത്തം കേക്ക്. അതിനുശേഷം ഇവൻ പൈസ തരാമെന്ന് പറഞ്ഞ് എറണാകുളത്ത് വന്ന് അവിടെ നിന്ന് ആ സമയത്ത് എൻ്റെ കയ്യിൽ അവൻ പറഞ്ഞ ഞാനിങ്ങനെ പൈസ ബിസിനസ്സിൽ ഇറക്കിയേക്കുവാ. അപ്പോൾ ഇവൻ്റെ ബിസിനസ്സിന് വേണ്ടുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടി എൻ്റെ കൂടെ ചേർന്ന് നമുക്ക് വേറെ ടർഫിൻ്റെയൊക്കെ ബിസിനസ് ഉള്ളവരാ. പയ്യൻ എറണാകുളത്ത് വന്ന് ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പാവം നല്ല സ്വഭാവമുള്ളൊരു പയ്യനാണ്, പാവമാണെന്ന് വിചാരിച്ച് കൂടെ കൂട്ടിയതാണ്. എൻ്റെ പെങ്ങളുമായിട്ട് പയ്യൻ ഇഷ്ടത്തിലായിട്ട് എൻ്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിയിട്ട് തിരിച്ച് എനിക്ക് തന്നെ തന്നേക്കുന്നു. എൻ്റെ പെങ്ങൾക്ക് ഞാൻ കൊടുത്ത പൈസ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി എനിക്ക് തന്നെ തിരിച്ച് തന്നേക്കുന്നു. ഞാൻ എന്തോ ചെയ്യണം? എൻ്റെ 5 ലക്ഷം രൂപ തിരിച്ചു തന്നത് ഇങ്ങനെയാണ് അവൻ. എൻ്റെ 5 ലക്ഷം രൂപ തിരിച്ചു തന്നത് ഇങ്ങനെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം അമ്മയ്ക്ക്. എറണാകുളത്ത് വന്ന് കാണിക്കുന്ന പരിപാടികളൊക്കെ. നമുക്ക് കുറേ ലീഗലായിട്ടുള്ള ബിസിനസ്സുണ്ട്, കുറേ ഇല്ലീഗൽ ബിസിനസ്സും ഉണ്ട്. ഞാൻ അവിടെ വന്നിട്ട് ഇവനോട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതാണ്, അനാവശ്യമായിട്ടുള്ള പരിപാടികളിൽ ഇടപെടരുത്. ഹവാല കള്ളപ്പണമൊക്കെ അറിയാം, അതിനകത്തൊന്ന് ഇടപെടലെന്ന് പറഞ്ഞു. ആ 5 ലക്ഷം രൂപ എടുത്തിട്ട് ഇവൻ ടർഫ് തുടങ്ങാൻ എന്ന പേരിൽ ചേർന്നിട്ട് ആ എറണാകുളത്ത് വന്ന് ഉള്ള എല്ലാ ഇല്ലീഗൽ പരിപാടിക്കകത്തും ചേർന്നു. 3-4 ലക്ഷം രൂപയാണ് ഇവ ആ കള്ളപ്പണത്തിനകത്ത് ഇറക്കിയേക്കുന്നത്. പൈസ എന്ത് ചെയ്യുന്നിട്ട് അതും കൊണ്ട് അവന്മാർ പൈസ അടിച്ചോണ്ട് പോയി. അതായത് ഇവ മുങ്ങിയെന്നല്ല പറഞ്ഞത്, ഇവൻ കൊണ്ട് പൈസ കൊടുത്തവൻ അതും കൊണ്ട് മുങ്ങി. പക്ഷെ ഇവിടെ ഇല്ലേ ഓൻ്റെ മുന്നേ നല്ല അറിയുന്ന ഇവർക്കെല്ലാം അറിയുന്ന കാര്യം. ഒരു ഉറുപ്പ്യ അങ്ങനെയല്ല, ഓൻ്റെ ചെലവിന് ഞാളെ ചെലവ് എല്ലാണ്ട് ഒങ്ങളെടുത്ത് മുങ്ങണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ. ഇവ പൈസ എടുത്ത് മുങ്ങിയതോ അല്ലെങ്കിൽ പോട്ട് പൈസ എടുത്ത് അവൻ ചിലവാക്കിയതോ എടുത്തതെന്ന് നല്ല പ്രശ്നം. ഇതിപ്പോൾ എൻ്റെ കുടുംബത്തിൽ അവൻ കയറി തൊട്ടിരിക്കുക. ഇപ്പം എൻ്റെ പെങ്ങളിന് അല്പം മാനസികമായിട്ട് പ്രശ്നമുണ്ട്. അല്പം മീൻസ് പുള്ളിക്കാരിക്ക് ഒരു 22-23 വയസ്സുണ്ട്, പക്ഷെ ഒരു 15-17 വയസ്സിൻ്റെ ബുദ്ധിയാണ്. പിന്നെ അമ്മ അറിയണ്ടേ? എനിക്ക് പൈസ മാത്രമല്ല, ഇവന് നല്ലപോലെ അറിയാം. ഇവനെ അനിയനെ പോലെ കണ്ടിട്ടാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയത്. എൻ്റെ പേര് അലി എന്നാണ്. സ്നേഹമുള്ളവരെല്ലാം അലിബായി എന്ന് വിളിക്കും. അപ്പോൾ ഇവൻ ബൈ ഞാൻ നോക്കിക്കോളാം ബൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവനെ വിശ്വസിച്ച് ഞാൻ വിട്ട്. പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ പെണ്ണുങ്ങളുമായിട്ട് കണക്ഷൻ ഇവനുണ്ടായിരുന്നു. എന്തോ അശ്വതിയോ പിന്നെന്തായോ അവരെയൊക്കെ ഒരുപാട് പെണ്ണ് വിഷയങ്ങൾ ഇവന് അവിടെ ഉണ്ടായിട്ടുണ്ട്. നീ സിഗരറ്റ് വലിക്കുന്ന ആരും അറിയോ വീട്ടിൽ? ശരീരമല്ല അമ്മക്ക് സുഖമില്ല, എനിക്ക് ശരീരമെല്ലാം കുഴമ്പില്ല. ഒരമ്മേൻ്റെ നിങ്ങൾക്ക് എന്തെന്നാ വേണ്ട വെച്ചാൽ പറഞ്ഞാൽ അമ്മ ഇവിടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അമ്മ, ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നത്. ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇവനോട് ഭയങ്കര കാര്യമാണ്. ഇവൻ്റെ ഞാനൊന്ന് പറഞ്ഞട്ടെ, നിങ്ങൾക്കും പറഞ്ഞില്ല അങ്ങനെ ഇങ്ങനെ, അതൊന്നും ഇവൻ്റെ ഞാൻ പ്രതീക്ഷിക്കില്ല. ഇവനെന്ന് വെച്ചാൽ ആരോടും ഒരു സങ്കടമാണ്, ആർക്ക് സഹായിക്കും. നിങ്ങളിപ്പം വല്ലോ നല്ലതാന്ന് വെച്ചിട്ട് കയറിയൊന്നും എൻ്റെ മനസ്സിൽ ഓനെല്ലാവർക്കും ഓനെല്ലാം നല്ലതാണ് എൻ്റെ വിചാരം. നല്ലതേനു ഇപ്പം എങ്ങനെയായെന്ന് ഞാൻ അറിയില്ല. ഒരാളെ സങ്കടം ഓന് കണ്ടുകൂടാ, ഒരാളെ സഹായിക്കുന്നതിന് ഓന് ഭയങ്കര എല്ലാം കൊണ്ടും ഓന് നല്ലത്. ഓനെപ്പം നിങ്ങൾ പറഞ്ഞ തരത്തിൽ ഓനായെന്ന് എപ്പാന്ന് എനിക്കെന്നെ തിരിയുന്നില്ല, ഞാനിട്ട് അറിയില്ല. നീ എന്തിനിപ്പോൾ കരയണം? നീ ഇപ്പം കരയണം എന്തിന്? ഞാൻ സത്യം പറഞ്ഞ അമ്മ പൈസയ്ക്ക് വന്നതോ അല്ലെങ്കിൽ വീട്ടിലെ പെങ്കൊച്ചിൻ്റെ കാര്യം പറയാനോ ഒന്നുമല്ല. ഞാൻ അമ്മയടുത്ത് കാര്യം പറഞ്ഞ് എനിക്ക് ഈ പയ്യനെ ഇവൻ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. ഇവൻ വന്ന് എനിക്കതിൽ നിന്ന് ഇവനെ ഊരിക്കൊണ്ടു പോകണം, ഇല്ലെങ്കിൽ തല പോകുന്ന കേസാണ്. അമ്മ ഇങ്ങോട്ടിരുന്നു. എൻ്റെ അടുത്ത് വന്ന് ഫാമിലിയെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഏകദേശം. ഇവൻ വന്ന് ഈ ഒന്നാമത്തെ കള്ളപ്പണത്തിനകത്ത് വന്ന് ഇടപെട്ട് കുഴൽപ്പണം അതിന് അമ്മ ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ചെറുക്കം വലിയ ആപത്തിലോട്ട് പോകും. ഇവൻ അതുമാത്രമല്ല, ഇവൻ പോയി കൊടുത്ത ഷെട്ടി എന്ന് പറയുന്നൊരു ടീമുണ്ട് അവിടെ, ഫോട്ടോ വെച്ച് ടീമാണ്. ഷെട്ടിയുടെ കയ്യിലാണ് കൊടുത്തത്. അതാണ് ഷെട്ടിയുടെ ഗ്യാങ്ങിൽ ചേർന്നിട്ട് ഷെട്ടിയുടെ കൂടെ കഞ്ചാവിൻ്റെ പരിപാടി, പിന്നെ
വേറെന്തോ ഈ അവന്മാർക്ക് ഈ പെണ്ണുങ്ങളെ കടത്തുന്നതൊക്കെ പരിപാടിയുണ്ട്. അങ്ങനെയുള്ള ഇതിനകത്തേക്കോ ഇവൻ പോയി വീണ്. എന്നിട്ട് 6,000 ഇവൻ പൈസ വാങ്ങി. ഞാൻ ചോദിക്കട്ടെ, എന്തിനായിരുന്നടാ നീ അങ്ങനെ ചെയ്ത്? ഞാൻ നിന്നെ അച്ഛനില്ലാണ്ടും കഷ്ടപ്പെട്ടിട്ട് അച്ഛനില്ലാത്ത ഞാൻ ഓലെ അറിയിച്ചില്ല, രണ്ടാളെ അറിയിച്ചില്ല. രണ്ടാളെ ഇന്നും വീട്ടുപണിക്ക് പോയിട്ട് കാര്യം വന്നത്. ഓലിക്ക് ഒരു ദുഃഖം ഞാൻ ഒരു ഇതും ഞാൻ ഇന്നും അറിയിച്ചില്ല. ഞാൻ ഇന്ന് ഓലിക്ക് എന്തും വേണമെങ്കിലും എൻ്റെ ജീവിതമല്ല ഞാൻ നോക്കിയത്. ഞാൻ ഓലിയാ നോക്കിയത്. ഓല് പറയട്ടെ, ഓൻ്റെ മുന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കഷ്ടപ്പെട്ടതിന് ഒരു ഇതില്ല. ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നറിയോ? ഞാൻ അമ്മയുടെ മോനെ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരിത്തരാൻ വന്നതാണ്. ഇനി ഇവൻ എറണാകുളത്ത് വരാനോ ഷെട്ടി എന്ന് പറയുന്ന അയാൾ ഇവിടെ ഒന്നും ചെയ്യത്തില്ല. ഷെട്ടിയൊക്കെ ക്ലോസ് ചെയ്യാനുള്ള പരിപാടി നീ ഷെട്ടിക്ക് എത്ര രൂപ കൊടുക്കണ്ടോ അത് ഞാൻ കൊടുത്തോളാം. ഇവൻ ഷെട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ മൊത്തം ഞാൻ കൊടുത്തോളാം അമ്മ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇനി അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അത് പിന്നെ ഇവനുള്ള കുറച്ച് പെമ്പിള്ളാരുമായിട്ട് ഇവന് കമ്പനിയുണ്ട്, മൊത്തം അത് നിർത്തിക്കോണം. ഓനാന്ന് വെച്ചാൽ ഓൻ എവിടെ പോയാലും എൻ്റെ മനസ്സിലെന്നും ഓനൊരു തെറ്റും ചെയ്യൂല എന്നുള്ള ഒരു ഉറപ്പിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നാലും 11 മണിക്കെല്ലാം ഞാൻ എണീച്ചാൽ ഇവനെ കണ്ടിക്കില്ലേ വിളിച്ചോളൂ. 12 മണിക്കെല്ലാം അമ്മ ഇതന്നെ ആൾ ഇവിടെ ഉണ്ട്, അല്ലേ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എനിക്കതോരോ ഓൻ പറയുന്ന ഒരു വിശ്വാസമാണ്. പക്ഷെ ഇങ്ങനെ വിശ്വാസം തരണമെന്ന് ഞാൻ അറിയില്ലല്ലോ. ശരി, നമ്മൾ കണക്കാക്കുമ്പോൾ എല്ലാ മക്കളും പോകുന്നത് അല്ല. ഞാൻ പറയുന്നില്ലേ, എനിക്ക് ഇനി ഒരമ്മ മക്കളെ കഷ്ടപ്പെട്ട് നോക്കരുത്. ഇനി അമ്മ ഇവ ചെയ്ത പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇവൻ എന്നിട്ട് ഈ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് എത്ര രൂപ ഉണ്ടാക്കിയെന്നറിയോ? ഇവനിപ്പോൾ കോടാനുകൂടി ആസ്തിയുള്ളൊരുത്തനാ. അതമ്മയ്ക്കറിയായിരുന്നു. ഇവിടെ ഇങ്ങനെ കളിച്ച് നടന്ന് ഇവിടെ ചിരിക്കുന്നു. ഇവന് ബുർജ് ഖലീഫയുടെ 128ാമത്തെ നിലയിൽ പോലും ഇവനൊരു ഫ്ലാറ്റുണ്ട് ഇവൻ്റെ പേരിൽ. ഇവന് ബെൻസ് കാറുണ്ട്. ഇവനിതെല്ലാം ഉണ്ടോയെന്ന് അമ്മ ചോദിച്ചു നോക്ക്. ഇല്ലടാ നിനക്കിതൊന്നും. പിന്നെ സംസാരിക്കാം. ഉണ്ട്. അവന് ബെൻസ് കാറുണ്ട്. അവന് എറണാകുളത്തൊരു ഫ്ലാറ്റുണ്ട്. നമ്മുടെ പൃഥ്വിരാജൊക്കെ ഇല്ലേ, നമ്മുടെ സിനിമാ നടൻ പൃഥ്വിരാജൊക്കെ വാങ്ങിയൊക്കെ തൃത്വം എന്ന് പറയുന്നൊരു ഇതുണ്ട് അവിടെ, ഈ കായലിൻ്റെ തീരത്തുള്ളൊരിതാണ്. അവിടെ ഇവനൊരു ഇതുണ്ട്. 4.5 കോടി രൂപയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഞാൻ ചോദിച്ചു ഈ പൈസയൊക്കെ എവിടെ നിന്നാണെന്ന് എനിക്കറിയാത്ത. 4.5 കോടിയുടെ ഫ്ലാറ്റ്. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ തമാശ പറയുന്നതല്ലേ? ഒന്നുമില്ല. അമ്മ ഞാൻ നിന്നൊരു കാര്യം പറയട്ടെ അമ്മ, അമ്മയുടെ ബർത്ത്ഡേ കണ്ടല്ലേ അടുത്ത മാസം. തിരിച്ചു കഴിഞ്ഞാൽ അമ്മ ഞാനും ചിക്കുമായിട്ട് വർഷങ്ങളായിട്ടുള്ള കമ്പനിയാണ്. അപ്പൊ ചിക്കു എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു പാവ അമ്മയുണ്ട്, വന്നൊന്ന് പറ്റിക്കണമെന്ന്. സത്യമാണ്. അമ്മ ക്യാമറ ഇരിക്കുന്നുണ്ടോ? മൈക്ക് ക്യാമറ ഇരിക്കുന്നുണ്ടോ? ഇവരെല്ലാം കൂടെ ചേർന്ന് പറ്റിച്ചേ, മോളിക്കുട്ടീനെ പറ്റിച്ചേ. എൻ്റെ അടുത്ത് പറഞ്ഞൊരു പാവ നിഷ്കളങ്ക ഒരു അമ്മയുണ്ട്. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. കള്ളത്തരം ചുമ്മാ പറഞ്ഞതാ. ഇത് ചുമ്മാ പറഞ്ഞത്. ദൈവമേ, ഇതിനി പ്രാങ്കാന്ന് വിശ്വസിക്കുന്നില്ലല്ലോ ദൈവമേ. എല്ലാം കഴിച്ചല്ലേ? അമ്മയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നില്ല, മടലെടുത്ത് അടിക്കാൻ ഓടിക്കുന്നത്.
അതെനക്ക് അടുത്ത അടിക്കാൻ ഓടിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ മോളിക്കുട്ടി കരയാട്ടിക്കുന്ന എല്ലാവരും ഇതാ ചിരിക്കുന്ന മോളിക്കുട്ടിയെ മാത്രമല്ല കരയുന്ന മോളിക്കുട്ടിയെ. അല്ല എനിക്കാന്നല്ല കുറച്ചേരം തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോണ്ടല്ലോ ബാക്കിൽ നിന്നൊരു മൂളല് എന്തോ ഒരാളിപ്പോഴും നീ കരയണിങ്ങനെ. അമ്മ കരയുന്നോട് കരഞ്ഞു പോലെ. എല്ലാവർക്കും നല്ലതും ഓനെല്ലാം നല്ലതാണ് എൻ്റെ വിചാരം. പക്ഷെ ഇങ്ങനെ വിശ്വാസം കാരണം ഞാൻ അറിയില്ലല്ലോ. അല്ല ഞാൻ പറയുന്നില്ലേ എനിക്ക് ഇനി ഒരമ്മ മക്കളെ കഷ്ടപ്പെട്ട് നോക്കാം. എൻ്റെ ജീവിതമല്ല ഞാൻ നോക്കിയത്, ഞാൻ ജോലിയാണ് നോക്കിയത്. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് കോഴിക്കോട് പയ്യോളിയിൽ വന്നാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2 അമ്മമാരെയാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. 2 അമ്മമാരെ നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കണക്ക് നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പോയി, നമുക്കത് പ്രശ്നം ഉണ്ടായി, അവിടെ നമുക്ക് ഫെയിലിയറായി. ഒരുപാട് നമ്മൾ ഇത് സത്യം പറഞ്ഞാൽ ഉറങ്ങിയ പോലും ക്ലിയർ ആയിട്ട് ഉറക്കമൊക്കെ അളച്ചാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ തിരുവോണത്തിന് നമ്മൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് 2 അമ്മമാരെയാണ് കിട്ടിയത്. ഹാപ്പി ഓണം. നിങ്ങൾ തന്നെ ഉണ്ടല്ലേ, ഞാൻ ഒരുപാട് ചെയ്യുന്നതാണ്. നമ്മളും മനുഷ്യരാണ്. പാവം പിടിച്ച അമ്മയുടെ ആ വിഷമം എനിക്ക് ഒരാൾ പോയി പുള്ളിക്കാരിയുടെ എപ്പിസോഡ് സീൻ നിങ്ങൾ കണ്ടില്ല. ഞാൻ പുറത്തിറങ്ങി കരയുന്നു, ഒരാൾ അകത്തിരുന്ന് കരയുന്നു. ഞങ്ങള് അമ്മാമ്മയെ ചെയ്യാതിരുന്നത് അമ്മാമ്മയെ സത്യം പറഞ്ഞ സീനിൽ നിന്ന് മാറ്റിയതാ. അമ്മാമ്മയ്ക്ക് നല്ല പ്രായം, അതുകൊണ്ട് അമ്മാമ്മയെ എന്നിട്ട് വിഷമിപ്പിക്കാണ്. പക്ഷെ ഒളിച്ചിരുന്നാ കേട്ട് കഴിഞ്ഞു, ഒളിച്ചിരുന്നാ കേട്ട് കാറും എസ്റ്റേറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൈയും കാലും തളർന്നു. എല്ലാവരും ഇല്ലേ ഇതൊക്കെ. ബ്രോ അമ്മയുടെ പേരെന്തായിരുന്നു? മോളിയമ്മ. എൻ്റെ അമ്മൂമ്മയുടെ പേര് അമ്മമ്മയുടെ പേരെന്താ? ദേവി. നമ്മൾ വന്ന ദിവസം തൊട്ട് തന്നെ ഞാൻ സത്യം പറയല്ല പൊന്നെ പോലെയാണ് ഞങ്ങൾ നോക്കുന്ന ഇവർ ഓരോരുത്തരും. ഞങ്ങൾക്ക് ഇതണക്കുള്ള ട്രീറ്റൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നേ കിട്ടിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതും പെടാറുള്ളതാണ്. റെയറായിട്ട് ഞങ്ങളെ നല്ലപോലെ നോക്കുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ഹാപ്പി ഓണം. അടിച്ചു പൊളിക്ക് മാവേലിയൊക്കെ വന്ന് സമ്മാനങ്ങൾ തരട്ടെ. ഇല്ലേ അമ്മാമേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണത്തിനൊരു ഇതായിട്ട് ഇവർ എല്ലാവരും കലാകാരന്മാരാണ് കേട്ടോ. എല്ലാവരും പാട്ടൊക്കെ പാടുന്നവരാണ്. ഇവർ വക നമുക്കൊരു ഓണപ്പാട്ടിലേക്ക് കിടക്കാം. അടുത്ത ഇത് കേട്ട് പാടിക്കോ. അമ്മ തുറക്കം കേട്ടോ. ഓണം ഇന്നലെയൊക്കെ ഇവര് നല്ലോണം പാട്ടെടുത്തു, പക്ഷെ കരോളായി. അപ്പൊ മച്ചാമരെ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ. ഞാൻ ഇതൊക്കെ റെയർ ആയിട്ടാ. ഞാൻ ഇപ്പൊ 3 വർഷം ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഞാൻ വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെയുള്ളവരെ കാണുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഇതൊക്കെ എന്തോ ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ടേ മോനെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി കൊന്നു കളഞ്ഞെന്നങ്ങ് പറഞ്ഞു. ഒരു വീട്ടിൽ ചെന്ന് അവർ അച്ഛനും അമ്മ ഇങ്ങനെ അങ്ങ് നിന്ന് 3/4 മണിക്കൂർ അനക്കമില്ല. കുറച്ചേരം കഴിഞ്ഞ് ഞാൻ അടുത്തുനിന്ന് ഊതിയൊക്കെ നോക്കുന്നു, അനക്കമില്ല, ഇങ്ങനെ നിൽക്കുന്നു. മോനെ കെട്ടിയിട്ടേക്കാണ്. സത്യം പറഞ്ഞ നിങ്ങൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ ഒന്ന് വെറുതെ കെയർ പ്രാങ്ക് അടിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഇന്നലെ ദിവനാട്ടെ കെയറിൽ നിന്ന് അടിച്ചില്ല, അപ്പത്തേക്ക് ഇവര് വന്നില്ല. ഇപ്പൊ പൃഥ്വിരാജിന്റെ കാറിനുണ്ട് ആവോൻ പറഞ്ഞുണ്ട്. പൃഥ്വിരാജിന്റെ അപ്പുറത്താ ഫ്ലാറ്റ് എടുത്ത് പൃഥ്വിരാജിന്റെ അപ്പുറം ഒരു ഫ്ലാറ്റ് ഞാൻ എടുത്തിന് പോലും. ഇവ എറണാകുളത്തിൽ പോയിട്ട് 1 മണിക്കൂർ എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂർ ഗോവ ചെന്നത്. സങ്കടപ്പെടുന്നില്ല ഇത്ര വട്ടൊന്നും. നിങ്ങൾ കരച്ചിലാണ്ട് സങ്കടപ്പെട്ടിട്ട് ഒഴിവാക്കിയതാ. ദിവിനാട്ടാ ഇത്ര പെട്ടെന്ന് ഒഴിവാക്കി ശീലമുണ്ട് ഇവനിക്ക്. അമ്മേനെ കരച്ചിലായിട്ട് പെട്ടെന്ന് ഒഴിവാക്കിയല്ലേ? അല്ല എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു നമുക്കങ്ങ് നിർത്താം. കണ്ണുന്ന് വെള്ളം വന്ന് അമ്മ തగ్గടിച്ചേട്ടാ.